ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈറ്റിംഗ് സയൻസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SSC MTSന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഷോപ്പ് പാർട്ട് 7 ആണ്. പാർട്ട് 6 നമ്മൾ എടുത്ത ചോദ്യ പേപ്പറിലെ ബാക്കിയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? എമംഗ് ദ ഗീവൺ ഓപ്ഷൻ വിച്ച് വൺ കോസസ് ആൻ എക്കോ? നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് പ്രതിധ്വനി ഉണ്ടാക്കുന്നത്? അപ്പം എക്കോ പ്രതിധ്വനി അല്ലെ, പ്രതിധ്വനിയുടെ റീസൺ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ? ഓപ്ഷൻ എന്തൊക്കെയാണ്? ശബ്ദം പ്രതിഫലിക്കുമ്പോൾ, 2 ഒരു ഖരമാധ്യമത്തിലൂടെ ശബ്ദ തരംഗങ്ങൾ സഞ്ചരിക്കുമ്പോൾ, 3 ശബ്ദ തരംഗങ്ങൾ ഒരു ദ്രാവക മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, 4 ശബ്ദ തരംഗങ്ങൾ ഒരു ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോൾ. ഇത്രയാണ് ഓപ്ഷൻസ്. അപ്പം എക്കോ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശബ്ദ തരംഗങ്ങളുടെ പ്രതിഫലനം മൂലമുണ്ടാകുന്ന ശബ്ദത്തിന്റെ ആവർത്തനമാണ് നമുക്ക് പറയാം. എന്താണ്? ശബ്ദ തരംഗങ്ങളുടെ പ്രതിഫലനം, റിഫ്ലക്ഷൻ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? എക്കോ ഉണ്ടാവുന്നത് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ നമുക്ക് മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ശബ്ദ തരംഗങ്ങളുടെ പ്രതിഫലനം മൂലമുണ്ടാകുന്ന പ്രതിധ്വനി ക്രിയയാണ് എക്കോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും നമ്മുടെ ഓപ്ഷനിൽ ഏതാണ് ശരിയാവുന്നത്? ശബ്ദം പ്രതിഫലിക്കുമ്പോൾ. അപ്പം എക്കോ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ശബ്ദത്തിന്റെ പ്രതിഫലനമാണ് അല്ലെ. അപ്പം ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയാം. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? ഡാഷ് ഹാസ് 2 ട്രഡിഷൻ. One is the Sankirtana, which is the devotional aspect, and the other is the rasa. Okay. അപ്പം ഡാഷിന് 2 പാരമ്പര്യങ്ങളുണ്ട്. ഒന്ന് സങ്കീർത്തനമാണ്, അത് ഭക്തിയുടെ വശമാണ്. മറ്റൊന്ന് എന്താണ്? രസമാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു കലാരൂപത്തിന്റെ, നൃത്തരൂപത്തിന്റെ എന്താണ് 2 പാരമ്പര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് സങ്കീർത്തനവും മറ്റൊന്ന് രസവുമാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു കലാരൂപം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ ഒഡീസി, 2 സത്രിയ, 3 മണിപ്പൂരി നൃത്തം, 4 ചൗ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പം ഇതിന് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? മണിപ്പൂരിയാണ്. അപ്പം ആൻസർ 3 ആണ്. അതായത് ആൻസർ 3 ആണ്. സങ്കീർത്തനം, രസം. ഓക്കെ. ഇങ്ങനെ 2 പാരമ്പര്യങ്ങളുള്ള കലാരൂപം എന്ന് പറയുന്നത് മണിപ്പൂരി നൃത്തമാണ്. എന്താണ്? മണിപ്പൂരി നൃത്തമാണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് വിശദമായിട്ട് നോക്കാം. മണിപ്പൂരി നൃത്തത്തിന്റെ ഉത്ഭവം രേഖപ്പെടുത്തിയ ചരിത്രത്തിനപ്പുറമുള്ള പ്രാചീന കാലത്തിൽ നിന്നാണ്. ഓക്കെ. മണിപ്പൂരിലെ നൃത്തം ആചാരങ്ങളുമായും പരമ്പരാഗത ഉത്സവങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചം സൃഷ്ടിച്ച ശിവന്റെയും പാർവതിയുടെയും മറ്റ് ദേവന്മാരുടെയും ദേവതകളുടെയും നൃത്തങ്ങളെ കുറിച്ച് ഐതിഹാസിക പരാമർശങ്ങളുണ്ട്. മണിപ്പൂരിലെ എല്ലാ സ്റ്റൈലൈറ്റ്സിലെ നൃത്തങ്ങളുടെയും അടിസ്ഥാനമായ നൃത്തത്തിന്റെ ആദ്യ കലാരൂപമാണ് ലായ് ഹറോബൈ. ലായ് ഹറോബൈ എന്ന് പറയുന്നതാണ് മണിപ്പൂരിലുള്ള ഇന്ന് കാണുന്ന എല്ലാ സ്റ്റൈലൈറ്റ്സ് ആയിട്ടുള്ള, കുറച്ചും കൂടി സ്റ്റൈലുകൾ മാറ്റി ചെയ്തിട്ടുള്ള മോഡേൺ നൃത്തങ്ങളുടെയൊക്കെ ആദ്യകാല രൂപം എന്ന് പറയുന്നത് എന്താണ്? ലായ് ഹറോബൈ ആണ്. എന്റെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പറയുവാണെങ്കിൽ ദൈവങ്ങളുടെ ഉല്ലാസം, ഓക്കെ, അതേപോലെ പാട്ടിന്റെയും നൃത്തത്തിന്റെയും ആചാരപരമായ വഴിപാടായി ഇത് അവതരിപ്പിക്കപ്പെടുന്നു. ലോകത്തിന്റെ സൃഷ്ടിയുടെ പ്രമേയം വീണ്ടും അവതരിപ്പിക്കുന്ന മൈബികളും അതായത് പുരോഹിതരും പ്രധാന അവതാരകരാണ്. ഓക്കെ. 18ാം നൂറ്റാണ്ടിലെ ഭാഗ്യചന്ദ്ര രാജാവിന്റെ ഭരണകാലത്താണ് മണിപ്പൂരിലെ പ്രശസ്തമായ രസലീല നൃത്തങ്ങൾ ഉത്ഭവിച്ചത്. മണിപ്പൂർ നൃത്തത്തിന് വലിയ ശേഖരമുണ്ട്. എന്നിരുന്നാലും റാസ്, സങ്കീർത്തനം, താങ്ക എന്നിവയാണ് ഏറ്റവും ജനപ്രിയമായ രൂപങ്ങൾ. മണിപ്പൂരിൽ സങ്കീർത്തന എന്നറിയപ്പെടുന്ന നൃത്തത്തോടൊപ്പമാണ് സഭാഗാനത്തിന്റെ കീർത്തന രൂപം. ഓക്കെ. അപ്പൊ നർത്തകർ കണങ്കാലിൽ മണികൾ ധരിക്കുന്നില്ല. അപ്പൊ കാലിൽ അവര് എന്താണ് മണികളോ മറ്റ് ചിലങ്കയോ അങ്ങനെ ഒന്നും ഈ ഒരു നൃത്ത രൂപത്തിൽ ധരിക്കുന്നില്ല എന്നും കൂടി മനസ്സിലാക്കി വെക്കാം. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, MTSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ കലാരൂപങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പേപ്പർ ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മണിപ്പൂരി നൃത്തത്തിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഓക്കെ. ക്ലിയർ ആണല്ലോ എന്തായാലും. അപ്പം സങ്കീർത്തനം അതേപോലെ തന്നെ രസലീല, ഇത് രണ്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മണിപ്പൂരി നൃത്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേക്സ് ഈസ് എ സാൾട്ട് വാട്ടർ ലേക്ക്? തന്നിരിക്കുന്നതില് ഉപ്പുവെള്ള തടാകം, സാൾട്ട് വാട്ടർ ലേക്ക് എന്താണ്? സാൾട്ട് വാട്ടർ ലേക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പൊ താഴെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? സുപ്പീരിയർ, ചിലിക്ക, മലാവി, ടിറ്റിക്കാക്ക. അങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ് സുപ്പീരിയർ എന്താണ്. സുപ്പീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കാണ് അല്ലെ, ഫ്രഷ് വാട്ടർ ലേക്കാണ് എന്ന് പറയുന്നത് സുപ്പീരിയർ എന്ന് പറയുന്നത്. അതേപോലെ മലാവി, ടിറ്റിക്കാക്ക ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും എന്താണ്? ഫ്രഷ് വാട്ടർ ലേക്കാണ്. ക്ലിയർ ആയിട്ട് നമുക്കറിയാം. ചിലിക്കയാണ് ഈ തന്നിരിക്കുന്നത് എന്തെന്ന് പറയുന്നത്? സാൾട്ട് വാട്ടർ ലേക്ക് എന്ന് പറയുന്നത് ചിലിക്കയാണ്. ചിലിക്ക എന്താണ്? ചിലിക്ക ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ രണ്ടാമത്തെ വലിയ തടാകവുമാണ്. അപ്പം ചിലിക്ക ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ രണ്ടാമത്തെ വലിയ തടാകവുമാണ്. ഓക്കെ, ഇതൊരു സാൾട്ട് വാട്ടർ ലേക്കാണ് കേട്ടോ. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ദയാനദിയുടെ മുഖത്ത് ഒഡീഷയിലെ പുരി, ഖുർദ, ഗഞ്ചം ജില്ലകളായി ഇത് വ്യാപിക്കുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ദേശാടന പക്ഷികളുടെ ഏറ്റവും വലിയ ശൈത്യകാല കേന്ദ്രമാണിത്. ഓക്കെ, ചിലിക്ക 1981 റംസാർ കൺവെൻഷന്റെ കീഴിൽ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ആദ്യത്തെ ഇന്ത്യൻ തണ്ണീർത്തടമായി ഇത് തെരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, ചിലിക്ക തടാകത്തിന്റെ പ്രധാന പ്രദേശമാണ് നൽബാന പക്ഷി സങ്കേതം അല്ലെങ്കിൽ നൽബാന ലീപ്. അപ്പൊ നൽബാന പക്ഷി സങ്കേതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന തടാകമാണ് ചിലിക്ക തടാകം. ചിലിക്ക തടാകം ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന സീമൌത്ത് ദ്വീപായ സതപദ ഐരാവടി ഡോൾഫിനുകളുടെ ആവാസ കേന്ദ്രവും ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ആൻസർ ഏതാണ്? ചിലിക്കയാണ് അല്ലെ, ചിലിക്കയാണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ സോൾട്ട് വാട്ടർ ലേക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലിക്ക കാണുമ്പോൾ തന്നെ ആൻസർ എഴുതും. ചിലിക്കയാണ് ഒരു സാൾട്ട് വാട്ടർ ലേക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നാലാമത്തെ ചോദ്യം. ഇത് ഇന്ത്യൻ സിറ്റിസൺ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻസ് ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഓഫ്. കഴിഞ്ഞ ഏതോ ഒരു സെഷനിൽ ഞാൻ ഇതിന് സമാനമായ ഒരു ചോദ്യം വന്നതാണ് അല്ലെ. എന്താണ്? മൗലിക കർത്തവ്യങ്ങളിൽ നിന്നാണ്, ഭരണഘടനയിലെ മൗലിക കടമകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ്. ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന കടമകൾ നിർവചിക്കുന്നു. അതായത് തന്നിരിക്കുന്ന ഏത് ആർട്ടിക്കിളാണ് എന്താണ് മൗലിക കടമകൾ നിർവചിക്കുന്നത്, പരാമർശിക്കുന്നതാണ് നമ്മുടെ ചോദ്യം. 1 ആർട്ടിക്കിൾ 51A, 2 ആർട്ടിക്കിൾ 41B, 3 ആർട്ടിക്കിൾ 49C, 4 ആർട്ടിക്കിൾ 21A. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 1976 അംഗീകരിച്ച ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെ പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയോടൊപ്പം ചേർത്ത് വെച്ചു. ഭരണഘടനയുടെ 4ാം ഭാഗം എയിൽ അടങ്ങിയിരിക്കുന്ന ആർട്ടിക്കിൾ 51A ആണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി വിശദമായിട്ട് ഞാൻ കഴിഞ്ഞ സെഷനിൽ ഈ മൗലിക കടമകളെ കുറിച്ചുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മൗലിക കടമയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 51A ആണ്. ഓപ്ഷൻ 1 ആണ്. ക്ലിയർ? ഇനി അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഭൂപേന്ദ്ര കുമാർ ഹസാരിക won the ഭാരത് രത്ന അവാർഡ് ഇൻ ദ ഫീൽഡ് ഓഫ് 2019. ഡോക്ടർ ഭൂപേന്ദ്രകുമാർ ഹസാരിക 2019 ഭാരതരത്ന പുരസ്കാരം നേടി. ഓക്കെ, അപ്പം അദ്ദേഹം ഏത് മേഖലയിലാണ്? ലിറ്ററേച്ചറിലാണോ, മ്യൂസിക്കിലാണോ, ഗെയിംസിലാണോ, സയൻസിലാണോ അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടിയത്, ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചതെന്നാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് നോക്കാം. ആസാമിൽ നിന്നുള്ള പ്രഗത്ഭനായ ഒരു ഗായകനും സംഗീതജ്ഞനും ചലച്ചിത്രകാരനും 1967 മുതൽ 72 വരെ അസം നിയമസഭയിൽ അംഗവുമായിരുന്ന ഭുവൻ ഹസാരിക എന്താണ് അദ്ദേഹത്തിന്റെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള ഇദ്ദേഹത്തെ ഭാരത സർക്കാർ ഭാരതരത്ന, അതേപോലെ പത്മഭൂഷൺ, പത്മശ്രീ എന്നിവ നൽകി ആദരിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ ആരാണ് ഭുവൻ ഹസാരിക എന്ന് പറയുന്ന ആരാണ്? അദ്ദേഹം ഒരു ഗായകനാണ്, സംഗീതജ്ഞനാണ്. അപ്പം അത് ഏത് ഓപ്ഷനായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് ഓപ്ഷനാണത്? അപ്പം രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള സംഗീതം. അപ്പൊ സംഗീതവുമായിട്ടാണ് ഭൂപേന്ദ്രകുമാർ ഹസാരിക ബന്ധപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു മേഖലയിലുള്ള സംഭാവനയ്ക്കാണ് ഈ ഭാരതരത്ന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ സുന്ദർബൻസ്? ദി വേർഡ്സ് ലാർജസ്റ്റ് ഡെൽറ്റ ലൊക്കേഷൻ ഇൻ ദി ബേ ഓഫ് ബംഗാൾ. ഡെൽറ്റ ലൊക്കേറ്റഡ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ.
അപ്പൊ ചോദ്യം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻസ് ഏത് തരത്തിലുള്ള സസ്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ ചോദ്യത്തിൽ നിന്ന് നമുക്കൊരു പോയിന്റ് കിട്ടിയില്ലേ, എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? സുന്ദർബൻസ് ആണെന്നുള്ളതാണ്. അത് ബംഗാൾ ഉൾക്കടലിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻസ് ഉള്ളതെന്നൊരു ചോദ്യം കിട്ടി, ഒരു പോയിന്റ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ ഈ സുന്ദർബൻസിലെ ഏത് സസ്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കാം. ഓപ്ഷൻ 1 ഉഷ്ണമേഖല മുൾവനങ്ങൾ, പിന്നെ മൊണ്ടൈൻ വനങ്ങൾ 2, കണ്ടൽ കാടുകൾ 3, അർദ്ധ നിത്യഹരിത വനങ്ങൾ 4. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ക്ലിയർ? ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനമാണ് സുന്ദർബൻ ഡെൽറ്റ അഥവാ സുന്ദർ വനങ്ങൾ. അപ്പൊ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനമാണ് സുന്ദർബൻ ഡെൽറ്റ അഥവാ സുന്ദർ വനങ്ങൾ. ഓക്കെ. അപ്പം ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ അഴിമുഖത്ത് പശ്ചിമ ബംഗാളിലും ബംഗ്ലാദേശിലുമായി ഇത് പരന്നു കിടക്കുന്നു സുന്ദർബൻസ്. ഓക്കെ. സുന്ദരി എന്ന പ്രശസ്തമായ ഒരിനം കണ്ടൽ വനങ്ങൾ വളരുന്നതിനാലാണ് സുന്ദർ വനങ്ങൾ എന്ന പേര് ലഭിച്ചത്. കണ്ടൽ കാടുകളിൽ കടുവകളെ കാണാൻ കഴിയുന്ന ലോകത്തിലെ ഏക പ്രദേശമാണ് എന്ത്? സുന്ദർബൻ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സുന്ദർവനം ഇടം നേടിയിട്ടുണ്ട്. 2001 യുനെസ്കോയുടെ മനുഷ്യനും ജൈവ വൈവിധ്യവും മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള ഇന്ത്യയിലെ 3ാമത്തെ ബയോസ്ഫിയർ റിസർവ് ആയിട്ടും സുന്ദർബനിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ക്ലിയർ ആണല്ലോ. അപ്പൊ സുന്ദർബൻ എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് നമുക്ക് മനസ്സിലായി. അപ്പം അവിടെ പ്രതിനിധീകരിക്കുന്ന സസ്യങ്ങൾ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആയിട്ടുള്ള കണ്ടൽ കാടുകളാണ്. അപ്പം സുന്ദരി എന്ന അർത്ഥം വരുന്ന നമ്മളിവിടെ കണ്ടു അല്ലെ, എന്താണ്? ഓക്കെ. സുന്ദരി എന്ന് പ്രശസ്തമായ ഒരു കണ്ടൽ വനമാണ് ഇവിടെ വളരുന്നത്. ഓക്കെ. കണ്ടൽ വനങ്ങളാണ് ഇവിടെ വളരുന്നത്. അതുകൊണ്ടാണ് സുന്ദർബൻ എന്നുള്ള പേര് ലഭിച്ചത്. അപ്പോൾ കണ്ടൽ കാടുകളെയാണ് സുന്ദർബൻസിൽ പ്രതിനിധീകരിക്കുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം. ദി മുംബൈ ഹൈ റീജിയൻ ഇൻ അറേബ്യൻ സീ ഈസ് നോൺ ഫോർ മൈനിങ്. അറബിക്കടലിലെ മുംബൈ ഹൈ പ്രദേശം ഖനനത്തിന് പേര് കേട്ടതാണ്. അപ്പൊ എന്തിന്റെ ഖനനത്തിനാണ് അത് പേര് കേട്ടത് എന്നാണ് ചോദിക്കുന്നത്. എന്തിന്റെ ഖനനമാണ് മുംബൈ ഹൈയിൽ നടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 യുറേനിയം, 2 കൽക്കരി, 3 ചെമ്പ്, 4 മിനറൽ ഓയിൽ. ഓക്കെ. അപ്പൊ എന്താണ് മുംബൈ ഹൈയുടെ പ്രത്യേകത നോക്കാം. മഹാരാഷ്ട്രയിലെ മുംബൈയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു എണ്ണപ്പാടമാണ് ബോംബെ ഹൈ അല്ലെങ്കിൽ മുംബൈ ഹൈ എന്ന് പറയാം. അപ്പൊ എന്താണ്? മഹാരാഷ്ട്രയിലെ മുംബൈയിലെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. മുംബൈ ഹൈ പെട്രോളിയം നിക്ഷേപങ്ങൾക്ക് എന്താണ് പേര് കേട്ടതാണ്. ഇന്ത്യൻ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ് ഇത് നിയന്ത്രിക്കുന്നത്. അതാണ് ഇന്ത്യൻ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ് നിയന്ത്രിക്കുന്നത്. 1965 ഒരു ഇന്ത്യൻ എണ്ണ പര്യവേഷണ സംഘമാണിത് കണ്ടെത്തിയത്. 1974 എണ്ണ ഉൽപാദനം ആരംഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? അത് മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണക്കിണർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് അസമിലെ എന്താണ്? ദിഗ്ബോയ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? അത് ജാംനഗർ റിഫൈനറി ആണ് അല്ലെ, ജാംനഗർ റിഫൈനറി ആണ്. ക്ലിയർ? അപ്പോ നമ്മുടെ ചോദ്യത്തിന് ആൻസർ കിട്ടി കഴിഞ്ഞു അല്ലെ. അപ്പൊ അറബിക്കടലിലെ മുംബൈ ഹൈ പ്രദേശം എന്താണ് അവിടെ ഖനനം ചെയ്യുന്നത്? അത് മിനറൽ ഓയിലാണ്, എണ്ണപ്പാടമാണ് അല്ലെ. ഓക്കെ. ക്ലിയർ ആണല്ലോ. ഇനി 8ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് വാസ് ദ ചൈൽഡ് മാരേജ് റെസ്ട്രിക്ഷൻ ആക്ട്? ഓക്കെ. അപ്പം ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് വാസ് ദ ചൈൽഡ് മാരേജ് റെസ്ട്രിക്ഷൻ ആക്ട്? ശൈശവ വിവാഹ നിയന്ത്രണ നിയമം പാസ്സാക്കിയത് ഇനി പറയുന്നത് ഏത് വർഷത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 1949, 2 1939, 3 1950, 4 1929. ഓക്കെ. അപ്പം ശൈശവ വിവാഹം എന്ന തിന്മ ഇല്ലാതാക്കാൻ 1929 സെപ്റ്റംബർ 28 ആണ് ഇങ്ങനൊരു നിയമം, ശൈശവ വിവാഹ നിയന്ത്രണ നിയമം പാസ്സാക്കിയെന്ന് മനസ്സിലാക്കുക. 1930 ഏപ്രിൽ 1 ഇത് നിലവിൽ വന്നു.
ഇതിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? സർദാ ആക്ട് എന്നാണ്. സർദാ ആക്ട് എന്നാണ്. ഇത് ശൈശവ വിവാഹത്തെ ശിക്ഷാർഹവും തിരിച്ചറിയാവുന്നതുമായ കുറ്റമാക്കി. തിരിച്ചറിയാവുന്നതുമായ, അതായത് പർട്ടിക്കുലർ അതിന്റെ ശിക്ഷ എന്താണ്, അതേപോലെ അത് ഏത് രീതിയിലാണ് പണിഷ്മെന്റ് കൊടുക്കേണ്ടതെന്ന് ആ ഒരു രീതിയിലുള്ള ഒരു കുറ്റമാക്കി ഇത് മാറ്റി. ഈ നിയമപ്രകാരം ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായം 14 വയസ്സായി നിജപ്പെടുത്തി. ആൺകുട്ടികളുടെ എത്രയാണ്? 18 വയസ്സ്. ഓക്കെ. അപ്പം സ്വാതന്ത്ര്യാനന്തരം നമുക്കിപ്പോ അറിയാം, ഈ പെൺകുട്ടികളുടെ 14 ആൺകുട്ടികളുടെ 18 ഒന്നും അല്ലെ വിവാഹപ്രായം നമുക്കറിയാം. അപ്പൊ എന്താണ്? സ്വാതന്ത്ര്യാനന്തരം 1978 പ്രായപരിധി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഈ നിയമം എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികളുടെ വയസ്സ് 18ഉം ആൺകുട്ടികളുടെ വയസ്സ് 21ആയിട്ട് നിജപ്പെടുത്തി. അതായത് പ്രായപരിധി ഒന്നും കൂടി ഉയർത്തി. അപ്പൊ ക്ലിയർ ആയത് എന്താണ്? നമ്മുടെ ആൻസർ എന്താണ്? ഈ ശൈശവവിവാഹം ഇല്ലാതാക്കുക എന്നുള്ള ഈ ഒരു ശൈശവവിവാഹ നിയന്ത്രണം എന്ന് പറയുന്ന ഒരു നിയമം പാസ്സാക്കിയത് 1929 ആ വർഷമായിരുന്നു നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയല്ലോ, അത് 1929. ക്ലിയർ? നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. ഏതാണ്? ഓപ്ഷൻ 4 1929. ഓക്കെ. അപ്പം ശൈശവവിവാഹ നിയന്ത്രണ നിയമം ഇന്ത്യയിൽ പാസ്സാക്കിയത് 1929. നമുക്ക് 9ാമത്തെ ചോദ്യം നോക്കാം. അക്കോർഡിംഗ് ടു ദ സെൻസസ് ഓഫ് ഇന്ത്യ 2011, identify the correct pair of state and union territory which recorded the highest literacy rate. 2011 സെൻസസ് പ്രകാരം ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ശരിയായ ജോഡി തിരിച്ചറിയുക. അപ്പം 2011 നമ്മുടെ സെൻസസ്, ലാസ്റ്റ് സെൻസസ് അല്ലെ, നമ്മുടെ 15ാമത്തെ സെൻസസ് ആണ്. ഇതിനെ കുറിച്ചുള്ള അത്യാവശ്യം ഡേറ്റകൾ നോക്കിക്കൊണ്ട് വേണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റകൾ നോക്കിക്കൊണ്ട് വേണം നിങ്ങൾ എക്സാമിന് പോകേണ്ടത്. അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടുവരുന്ന ഒരു ഭാഗമാണത് കേട്ടോ. അപ്പം നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? അപ്പൊ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? 2011 സെൻസസ് പ്രകാരം ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് അല്ലെ, ലിറ്ററസി റേറ്റ് എന്താണ് രേഖപ്പെടുത്തിയ താഴെ തന്നിരിക്കുന്ന സംസ്ഥാനവും അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ജോഡി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഒന്നാമത്തത് മിസോറാമും ലക്ഷദ്വീപും, 2 കേരളവും ചണ്ഡീഗഡും, 3 ഗോവയും പുതുച്ചേരിയും, 4 കേരളവും ലക്ഷദ്വീപും. ഓക്കെ. അപ്പം ഇന്ത്യയിലെ 15ാമത്തെ സെൻസസ് ആയിട്ടുള്ള ഇന്ത്യയിലെ 15ാമത്തെ സെൻസസ് 2011 നടപ്പിലാക്കിയത്. ക്ലിയർ ആണ്? 2011 ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 74.04 ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് എവിടെയാണ്? അത് കേരളത്തിലാണ്. എവിടെയാണുള്ളത്? അത് നമ്മുടെ കേരളത്തിലാണ്. തൊട്ടു പിന്നാലെ ലക്ഷദ്വീപും ഉണ്ട്, മിസോറാമും ഉണ്ട്. തൊട്ടു പിന്നാലെയാണ് ലക്ഷദ്വീപും മിസോറാമും. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ സാക്ഷരതാ നിരക്ക് എവിടെയാണ്? ബീഹാറിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് ബീഹാറിലാണ്. ഓക്കെ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് ബീഹാറിലാണ്. അപ്പം 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് 74.04%. അപ്പം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് കേരളമാണ്. അതുപോലെ തൊട്ടു പിന്നാലെ ലക്ഷദ്വീപും മിസോറാമും ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ സാക്ഷരതാ നിരക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീഹാറിലാണ്. അപ്പൊ ഇതേപോലെ ഒരു ചോദ്യം നമ്മൾ മുൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് 2011 സെൻസസിനെ കുറിച്ചും ആരാണ് സെൻസസ് എടുക്കുന്ന ഒരു മിനിസ്ട്രി ഏതാണെന്നും എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ അതും കൂടി ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പം നമ്മുടെ ആൻസർ നോക്കാൻ 2011 സെൻസസ് പ്രകാരം ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് ഉള്ള താഴെ കൊടുത്തിരിക്കുന്ന സംസ്ഥാനവും കേന്ദ്രഭരണ പ്രദേശവും ഏതെന്നാണ്. അപ്പൊ നമ്മൾ കണ്ടു, മിസോറാമും ലക്ഷദ്വീപും ആണോ? അല്ല. കേരളവും ചണ്ഡീഗഡും ആണോ? അല്ല. ഗോവയും പുതുച്ചേരിയും ആണോ? അല്ല. പിന്നെ ഏതാണ്? കേരളവും ലക്ഷദ്വീപുമാണ്. ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളവും ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപാണ്. സോ ആൻസർ എന്ന് പറയുന്നത് 4 പാർട്ടിയും ലക്ഷദ്വീപും. ക്ലിയർ ആണല്ലോ? അപ്പം ഈ ഒരു ചോദ്യത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത പാർട്ട് 8 മറ്റൊരു ചോദ്യ പേപ്പറിൽ ബാക്കിയുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പം അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.